ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഡോക്ടർ യാമിനി എന്തായാലും വർഷയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശരത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ശരത്ത് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടോ വിവേക് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വളരെ നല്ലതാണ് ശരത്ത്. കാരണം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിലോ പിന്നെ അതുപോലെ തന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ റോബിനോട് ചോദിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന രീതിയിൽ തന്നെ വിവേക് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഡോക്ടർ റോബിനും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ശരത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഡോക്ടറോട് നമ്മൾ എന്ത് പറയും? അതായത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്, യാമിനി ഡോക്ടർ വന്നിട്ട് വർഷയെ പരിശോധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അതിനെക്കുറിച്ച് ഓർത്ത് ശരത്ത് ടെൻഷൻ അടിക്കേണ്ട, ഡോക്ടർ റോബിനോട് ഞാൻ തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് വിവേക് അകത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. ശരത്തിന് നല്ലൊരു പേടിയുണ്ട്, യാമിനി ഡോക്ടർ നല്ല നല്ല ഡോക്ടറാണ്, അപ്പോഴത്തേനും എല്ലാം കണ്ടുപിടിക്കും എന്നൊരു പേടിയും ശരത്തിൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നമ്മുടെ ആരതിയും വലിയ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഡോക്ടറോട്. ഡോക്ടർ ആ പാവം കുട്ടിയെ ഒന്ന് രക്ഷിക്കണം, അവളൊരു പാവമാണ്, സാധുവാണ്, എത്ര ട്രീറ്റ്മെൻറ്റോ എവിടേക്ക് കൊണ്ടുപോയാലും സാരമില്ല, അവളെങ്ങനെയും രക്ഷിക്കണമെന്ന് പറയുന്നു. ഡോക്ടർ ഇത് വിശ്വസിക്കുന്നുണ്ട്. ഇവരുടെ അഭിനയമൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും വർഷയെ ഒന്ന് പോയി കാണട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് വിവേക് നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ മേലെയാണ് വർഷ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി വർഷയെ കാണാനായിട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് ശരത്തും ആരതിയും കൂടി നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ശരത്തേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ എങ്ങാനും അത് കണ്ടുപിടിച്ചാലോ എന്ന രീതിയിലായി സംസാരം കേട്ടോ. നീ ഒന്നും പേടിക്കാതിരിക്കുക ആരതി, കാരണം ഡോക്ടർ റോബിൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊന്നും നമ്മൾ കൊടുക്കുന്ന ആ മരുന്നിൻ്റെ ഒന്നും ഡോക്ടർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പം നീ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എന്താവശ്യത്തിനും റോബിനുണ്ടല്ലോ, റോബിൻ എന്തെങ്കിലും സൊല്യൂഷൻ കാണാണ്ടിരിക്കില്ല. ഈ ഡോക്ടർ വന്ന കാര്യം എന്തായാലും റോബിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാം എന്ന രീതിയിൽ തന്നെ അവർ പറയുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരുന്നു. വിവേക് പറയുന്നുണ്ട്, ഇതാണ് ഡോക്ടർ യാമിനി, ഇത് വർഷയുടെ ഫ്രണ്ട്സാണ്, അങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡോക്ടറിനോട് വലിയ ഇഷ്ടമാവുന്നുണ്ട്. ഞാനെന്ന് വർഷയെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ വർഷയെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർക്ക് എന്തോ ഒരു അപാകത അവിടെ തോന്നുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്ത് പറ്റി ഡോക്ടർ എന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പ്രശ്നമുണ്ട്. വിവേക് തന്നിട്ടുള്ള ആ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ആ റിപ്പോർട്ടാണെങ്കിലും ഒന്നും മാച്ചായി പോകുന്നില്ലല്ലോ. പക്ഷേ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തോ ഒരു പ്രശ്നം, എൻ്റെ ഒരു സംശയമാണ്, അത് ഒന്ന് ക്ലിയർ ചെയ്യുന്ന വേണം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഡോക്ടർക്ക് വേറെ എന്തൊക്കെയോ ഉള്ളിലകത്ത് എന്തോ ഒന്ന് ചെന്നിട്ടുണ്ടെന്നുള്ളത് ചെറുതായിട്ടൊരു കാര്യമുണ്ട്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. അതിന് റിസൾട്ട് തന്നെ വേണം. അതിനുശേഷം തന്നെ ആരതിയും അതുപോലെ തന്നെ ശരത്തും കൂടി നിന്നിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അവിടേക്ക് കാവേരി വരുന്നത് കേട്ടോ. കാവേരി, എന്ത് പറ്റി, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ യാമിനി എന്തായാലും വർഷയെ നോക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് നമ്മൾ ചെയ്യും? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. കാരണം ഡോക്ടർ പേര് കേട്ട ഡോക്ടറാണ്. ആ ഡോക്ടർ വന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ആ റിസൾട്ട് എല്ലാം അറിയില്ലേ എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഡോക്ടർ ഇപ്പോൾ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഇനി വല്ല ടെസ്റ്റും വല്ലതും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഉള്ളിൽ ചെന്നിട്ടുള്ള മരുന്നിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് ആരതിയോട് കാവേരി പറയുന്നുണ്ട്. ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലാനായിട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് യാമി ഡോക്ടർ വീണ്ടും വീണ്ടും വർഷയെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് പറ്റി ഡോക്ടർ എന്ന് വീണ്ടും അവർ മാറി മാറി ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഒരു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം വർഷയുടെ, എന്നാലാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്നത് പോലെയല്ല, വേറെ എന്തോ ഒരു പ്രോബ്ലം വർഷയിനകത്തുണ്ട്, അതെനിക്ക് ബ്ലഡ് റിസൾട്ടിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല, എൻ്റെ സംശയം മാത്രമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണമെന്നില്ലല്ലോ. എന്തായാലും ഞാൻ ഈ സാമ്പിൾ ഒന്ന് എടുക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് കാവേരി ആരതി അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇവർ ചെയ്യുന്നത്. അപ്പോഴത്തേനും അവരുടെ മനസ്സിലാകെ ഒരു ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ശരത്താണെങ്കിൽ റോബിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഡോക്ടർ വന്നിട്ടുണ്ട്, വർഷയെ പരിശോധിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ആ സമയത്ത് റോബിനാണെങ്കിലോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഡോക്ടർ വലിയൊരു ഡോക്ടറാണ്, ഞങ്ങൾക്ക് അറിയാം, അതായത് യാമിനി, അവൾ എന്ത് രോഗം കണ്ടുപിടിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്തിട്ടുള്ള ആ മരുന്നിനെക്കുറിച്ച് ഒരറിവും ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ് റോബിൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല
എന്തായാലും എൻ്റെ ചികിത്സ തന്നെ തുടർന്ന് മതി എന്നുള്ള രീതിയിൽ തന്നെ വിവേക് പറയും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ റോബിൻ പറയുന്നത്. അതിനുശേഷം തന്നെ യാമിനി അവരോട് സംസാരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് കാവേരിയും അതുപോലെ തന്നെ ആരതിയും കൂടി കയറി വരുന്നുണ്ട്. ഡോക്ടർ ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ അത് അറിയിക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ ഞാൻ സാമ്പിൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് അവർക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഈ റിസൾട്ട് നോക്കിയാലാണ് എനിക്ക് വർഷയുടെ ചികിത്സ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ സാമ്പിൾ എടുത്തതെന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ആ സാമ്പിൾ എങ്ങാനും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. ഉള്ളിലുള്ള മരുന്ന് അല്ലെങ്കിൽ ആ വിഷം എന്താണെന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്ന ഉറപ്പാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ റോബിനെ കാണാനായിട്ട് കാവേരിയും ആരതിയും ശരത്തും എല്ലാവരും പോകുന്നുണ്ട്. ഡോക്ടർ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപകടം പിടിച്ചൊരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ആ ലാബിൽ വെച്ച് ആ റിസൾട്ട് പരിശോധിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെല്ലാവരും പിടിക്കപ്പെടും, ഡോക്ടർ റോബിൻ അടക്കമെന്ന് പറയുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ലാബിലുള്ള എല്ലാവരെയും എനിക്ക് സ്വാധീനിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ അതിലൂടെ ആ റിസൾട്ട് മാറ്റിയെടുക്കാനും എനിക്കറിയാമെന്ന് പറയുന്നു. അതെങ്ങനെ ഡോക്ടർ സാധിക്കും? അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ യാമിനി ഡോക്ടർക്ക് ഇപ്പോൾ നല്ല സംശയം പറഞ്ഞിട്ടുണ്ട്. കാരണം വർഷയുടെ കാര്യത്തിൽ ആ സമയത്ത് ഇനിയിപ്പോൾ ആ റിസൾട്ടിൽ വലിയ മാറ്റങ്ങളാണ് ഉള്ളതെങ്കിൽ ഡോക്ടർ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചെക്കപ്പ് നടത്തും. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ പിടിക്കപ്പെടും എന്ന രീതിയിൽ പറയുന്നു. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിന് വേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സൈലൻ്റ് ആണ് കേട്ടോ, നമ്മൾ കേൾക്കുന്നില്ല. അതിനുശേഷം വീണ്ടും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അതായത് അബിയും അഞ്ജും അതുപോലെ തന്നെ ശിവയും ഈ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് അഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബ്ലഡ് റിസൾട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. വർഷയുടെ ഉള്ളിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് കിഡ്നിയുടെയും അതുപോലെ ലിവറിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ, അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ, അവിടെ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിയും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. അതിന് വേണ്ടിയിട്ടാവും ഡോക്ടർ സാമ്പിൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നു. ആ സമയത്ത് ശ്രീയേട്ടൻ വരുന്നുണ്ട് കേട്ടോ. എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. യാമിനി ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പല ഡോക്ടർമാരെയും ഇങ്ങനെ കൺസൾട്ട് ചെയ്തിട്ട് വർഷയ്ക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ, പാവം, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അവൾ മാത്രമല്ലേ എന്ന രീതിക്ക് പറയുന്നുണ്ട്. യാമിനി ഡോക്ടറെ പരിശോധിപ്പിക്കേണ്ട എന്ന് തന്നെയാണോ ശ്രീനാഥ് പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഡോക്ടർ വഴി എന്തായാലും വർഷയുടെ അസുഖം മാറണം, അങ്ങനെയെങ്കിലും ചെയ്യണം. അല്ലാതെ പിന്നീട് ഓരോ ഡോക്ടർ വന്നിട്ടും വർഷയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. ശ്രീനാഥിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വിവേകിനോട് പറയാം എന്ന രീതിയിൽ അഞ്ജു പറയുന്നുണ്ട്. എന്തായാലും വിവേകിനോട് പറയുന്നു വേണ്ട, ഡോക്ടർ എന്തായാലും പരിശോധിച്ചാലോ, എന്താ ബ്ലഡ് റിസൾട്ടൊക്കെ എന്ന് അറിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തീരുമാനം എടുക്കാമല്ലോ. ഞാൻ ഇവളെ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ട എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. ആ സമയത്ത് അഞ്ജും ശിവയും അബിയും കൂടി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീയേട്ടന് നല്ലൊരു മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും യാമിനിയുടെ ഡോക്ടറുടെ ആ റിസൾട്ട് എന്തായാലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊരു മാറ്റങ്ങളും വരുത്താതെ മുന്നോട്ട് തന്നെ പോട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.